സർ, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ പാകിസ്ഥാൻ 50 വർഷത്തേക്ക് ചൈനയ്ക്ക് പാട്ടത്തിന് നൽകുന്നതാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യക്ക് വലിയ ഭീഷണിയല്ലേ? വലിയ ഭീഷണിയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക് അധിനിവേശ കശ്മീരിൽ POK അവിടെ കുറേ സ്ഥലം ഇപ്പം തന്നെ ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിനജിയുടെ ഏതെങ്കിലും ഒരു സ്ഥലം തർക്കത്തിലുണ്ട് എന്നിരിക്കട്ടെ ആരെങ്കിലുമായിട്ട്, ഇത് വലിയ ധനികനായ ഒരാൾക്ക് അത് ചെറിയ വിലയ്ക്ക് കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ സിനജി രക്ഷപ്പെടുമല്ലോ തൽക്കാലം. സിനജിക്ക് അത്യാവശ്യത്തിന് ആരും മേടിക്കാതിരുന്ന കുറേ സ്ഥലം വിറ്റു എന്നുള്ളൊരു തൃപ്തി ഉണ്ടാവും അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഈ ഇന്ത്യയുടെ സ്ഥലമാണല്ലോ ഇത്. എപ്പോഴെങ്കിലും ഇന്ത്യ പിടിക്കുമായിരിക്കും അല്ലേ? ഇന്ത്യക്ക് അത് വേണമല്ലോ. അത് രാജ്യാന്തര തലത്തിൽ UN-ലും ഒക്കെ കൊണ്ടുപോയി പ്രശ്നമാക്കിയതാണ് നെഹ്റുവിൻ്റെ കാലത്ത്. അപ്പോൾ ഇത് കുത്തുവാള എടുത്തിരിക്കുകയാണ് പാകിസ്ഥാൻ. ചൈനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറേ പൈസ കിട്ടും, ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇന്ത്യ എടുത്തു പോകും. അപ്പോൾ ഇതാണ് പാകിസ്ഥാൻ്റെ മനസ്സിലിരിപ്പ് എന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഇപ്പം തന്നെ അവിടെ ചൈനയ്ക്ക് 5180 ചതുരശ്ര കിലോമീറ്റർ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. ചൈന പാകിസ്ഥാൻ അതിർത്തി ഉടമ്പടി ഒരെണ്ണം അവരുണ്ടാക്കി ചൈനയുമായിട്ട്. അത് 1963 മാർച്ച് 2-നാണ് ആ ഉടമ്പടി ഉണ്ടാക്കിയത്. അതനുസരിച്ചിട്ടാണ് 5180 ചതുരശ്ര കിലോമീറ്റർ ഈ POK-യിലുള്ളത്. നമ്മുടെ സ്ഥലമാണ് ഇന്ത്യയുടെ. അത് ചൈനയ്ക്ക് പാട്ടത്തിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ഈ ചൈനീസ് അധിനിവേശ കശ്മീർ എന്ന് പറയുന്നത് 42,735 ചതുരശ്ര കിലോമീറ്റർ. അതായത് നമ്മളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലം അവർ രണ്ടാക്കി മാറ്റിയിരുന്നു. ഒന്ന് ആസാദ് കശ്മീർ എന്നും പറയുന്നു, പിന്നെ അത് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്നും പറയുന്നു. എല്ലാം അടുത്തടുത്ത സ്ഥലങ്ങളാണ്, രണ്ടാക്കി പിന്നീട് മാറ്റിയതാണ്. നമ്മൾ മൊത്തത്തിൽ POK എന്ന് പറയുന്ന സ്ഥലമാണ്. അതിൽപ്പെട്ട ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്നത് 72,971 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ പാകിസ്ഥാൻ ചൈനയ്ക്ക് 50 കൊല്ലത്തേക്ക് പാട്ടത്തിന് കൊടുക്കാൻ നീക്കം നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അത് ഭീകരമായ അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഏർലിയർ ദ ബെറ്റർ എന്ന് പറയില്ലേ, നമുക്ക് പിടിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് നേരത്തെ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. 1970-ലാണ് ഈ പാകിസ്ഥാൻ POK രണ്ടാക്കിയത്. എന്നിട്ട് അതിൽ ആസാദ് ജമ്മു ആൻഡ് കശ്മീർ എന്ന് അവർ ഒരു ഭാഗത്തിന് വിളിച്ചു. മറ്റേത് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്നത് വടക്കൻ പ്രദേശമാണ്. ശരിക്കും ഒറിജിനൽ ജമ്മു കശ്മീരില്ലേ, അതിൻ്റെ വടക്കൻ പ്രദേശമാണത് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ. അതെ, വടക്കൻ പ്രദേശം. ആസാദ് കാശ്മീർ ഒരു സംസ്ഥാനമാക്കി നിർത്തിയിരിക്കുന്നു അവർ. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് സ്വയംഭരണ പ്രദേശമാണ്. അതിന് അതിൻ്റേതായ മറ്റേ മുഖ്യമന്ത്രിയും ഗവർണറും ഉണ്ട് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാന്. പക്ഷെ ഭരണം പാകിസ്ഥാൻ നേരിട്ടാണ് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ്റെ. ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റപ്പ് പോകുന്നത്. അപ്പോൾ ഇത് വടക്കൻ കശ്മീരാണെന്ന് പറഞ്ഞല്ലോ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ. അതിൻ്റെ തെക്കാണ് ആസാദ് കശ്മീർ, പടിഞ്ഞാറ് ഖൈബർ പക്തൂൺവ, പിന്നെ വടക്ക് ഭാഗത്ത് വക്കാൻ ഇടനാഴി. വടക്ക് ഭാഗത്ത് വക്കാൻ ഇടനാഴി സിനജി ഓർക്കുന്നില്ലേ, മുമ്പൊരിക്കൽ അഫ്ഗാനിസ്ഥാനിൽ ഈ വക്കാൻ ഇടനാഴി അഫ്ഗാനിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്തിരിക്കുന്നു. കാരണം അതൊരു ചെറിയ ഇടനാഴിയാണ്, അതുകൊണ്ട് അഫ്ഗാനിസ്ഥാന് ഗുണമില്ല, പക്ഷെ സ്ട്രാറ്റജിക്കലി ചൈനയ്ക്ക് ഗുണം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ വക്കാൻ ഇടനാഴി അഫ്ഗാനിസ്ഥാനിലെ. അപ്പോൾ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനും കൂടി കിട്ടിയാൽ ഇന്ത്യയെ പീഡിപ്പിച്ചിട്ട് തൊട്ടയൽവക്കത്ത് വന്ന് നിൽക്കാമല്ലോ ചൈനയ്ക്ക്. അതാണ് തന്ത്രം. അപ്പോൾ ഇതിൻ്റെ കിഴക്ക് സിൻജിയാങ് പ്രവിശ്യ ചൈനയുടെ. ആ സിൻജിയാങ് പ്രവിശ്യയിലാണ് ആ ഉയ്ഗർ മുസ്ലിങ്ങൾ താമസിക്കുന്നത് ഉള്ളത്. പിന്നെ ഈ തെക്ക് കിഴക്ക് ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള കശ്മീർ, ജമ്മു കശ്മീർ പ്രദേശം വരുന്നത്, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ്റെ. ഇതാണ് അതിൻ്റെ ഒരു
ജോഗ്രഫി, ഭൂമേഖല എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ബോൾഡായി നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ സാധാരണ സംസാരിക്കാറുണ്ടല്ലോ, വ്യക്തമായിരിക്കും, കൃത്യമായിരിക്കും. കഴിഞ്ഞ ദിവസം നടന്ന റെയ്സീന ഡയലോഗിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ലോകക്രമത്തിൽ പല പാളിച്ചകളും വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന പാളിച്ചയുടെ ഒരു ഭാഗമാണ് ജമ്മു കാശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ അനധികൃതമായിട്ട് കയ്യിൽ വച്ചിരിക്കുന്നത് എന്ന്. ശരിക്കും ഐക്യരാഷ്ട്രസഭ ഇന്ത്യയെ വഞ്ചിച്ചതാണ് അക്കാര്യത്തിൽ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ ജയശങ്കർ പറഞ്ഞ വാചകങ്ങൾ പറയാം. ഈ POKയുടെ കാര്യത്തിൽ അക്രമിയെയും ഇരയെയും ഐക്യരാഷ്ട്രസഭ ഒരുപോലെയാണ് കണ്ടത്. സത്യത്തിൽ അക്രമി പാകിസ്ഥാനാണ്, ഇര ഇന്ത്യയാണ്. പക്ഷെ രണ്ടുപേരെയും ഒരുപോലെയാണ് മറ്റ് ചർച്ചകളിൽ ഐക്യരാഷ്ട്രസഭ കൈകാര്യം ചെയ്തത്. രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഏറ്റവും ദീർഘമായ ഈ പരിഹാരം കണ്ടെത്താത്ത ഒരു തർക്കം അതാണ്, ഈ POKയുടേതാണ്. അപ്പോൾ അധിനിവേശം വഴിയാണത് പാകിസ്ഥാൻ പിടിച്ചെടുത്തത്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു അത്. ഞങ്ങൾ, ജയശങ്കർ പറഞ്ഞു, ഐക്യരാഷ്ട്രസഭയിൽ ധാരാളം കാര്യങ്ങൾ വാദിച്ചതാണ്. അധിനിവേശം തർക്കമായിരുന്നു. അക്രമിയെയും ഇരയെയും ഒന്നുപോലെയാണ് ഐക്യരാഷ്ട്രസഭ കണ്ടത്. അതിൻ്റെ ഉത്തരവാദികൾ ബ്രിട്ടൻ, കാനഡ, ബെൽജിയം, ഓസ്ട്രേലിയ, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞു അദ്ദേഹം പച്ചയ്ക്ക്. ആ ലോകക്രമത്തെപ്പറ്റി എനിക്ക് ഒരഭിപ്രായമില്ല, ക്ഷമിക്കണം എന്ന് ജയശങ്കർ പറഞ്ഞു. ഈ പാശ്ചാത്യ രാജ്യങ്ങൾ നമ്മുടെ മേൽ കെട്ടിവെച്ച ഈ POK തർക്കം ഐക്യരാഷ്ട്രസഭയിൽ കൊണ്ടുപോയി ഇരയെയും അക്രമിയെയും ഒരുപോലെ കാണുന്ന ഈ പരിപാടി, അതിനെപ്പറ്റി എനിക്ക് വലിയ അഭിപ്രായമില്ല, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ശക്തമായ ക്രമത്തിന് അടിസ്ഥാനപരമായ ഉറപ്പുണ്ടാവണം, അതില്ല എന്ന് പറഞ്ഞു ജയശങ്കർ. കറക്റ്റാണ്. 1947 പാകിസ്ഥാൻ്റെ അധിനിവേശത്തിന് ശേഷം ഈ പറഞ്ഞ രാജ്യങ്ങളാണ് ഇടപെട്ടത് ഈ കാര്യത്തിൽ. ഹരിസിംഗ് എന്ന് പറഞ്ഞ രാജാവ്, ഹിന്ദു രാജാവ്, ഇപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന POK, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ, ഈ പ്രദേശം ഉൾപ്പെടെയാണല്ലോ ഇന്ത്യക്ക് തന്നത്, മൊത്തം കശ്മീരാണ് തന്നത്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ അന്ന് ഒപ്പിടുന്നുണ്ടല്ലോ, ഇന്ത്യയിലേക്ക് ചേരുന്നു. ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ, ഉടമ്പടി ഒപ്പിടുമ്പോൾ ഇത് മുഴുവൻ അതിൻ്റെ അകത്തുണ്ട്. ആ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ ഹരിസിംഗ്, കരൺ സിംഗിൻ്റെ അച്ഛൻ, ഇന്ത്യയുടെ വിദേശമന്ത്രിയായിരുന്ന കരൺ സിംഗിൻ്റെ അച്ഛൻ, 1947 ഒക്ടോബർ 26 അത് ഒപ്പിട്ടത്. പിന്നീട് പാകിസ്ഥാൻ്റെ കൂലിപ്പട്ടാളം ആയിരക്കണക്കിന് മനുഷ്യരെ അവിടെ കൊന്നു, കൂട്ടക്കൊലകൾ നടന്നു. ഒരുപാട് ആളുകൾ പലായനം ചെയ്തു. പിൽക്കാലത്ത് കശ്മീരി പണ്ഡിറ്റുകളും പലായനം ചെയ്തു. ആ പ്രദേശത്തെ അന്നത്തെ മൊത്തം ജമ്മു കാശ്മീരിലെ മിർപൂരിൽ 25,000 പേര് ഉണ്ടായിരുന്നവരിൽ 18,000 പേരെ അന്ന് പാകിസ്ഥാൻ അധിനിവേശ സേന കൊന്നു. ആകെ 25,000 പേരുണ്ടായിരുന്നതിൽ 7,000 പേര് ഒഴിച്ച് ബാക്കിയുള്ളവരെയൊക്കെ കൂട്ടക്കൊല നടത്തി. 3,500 പേർക്ക് പറ്റി. 3 ദിവസം കൂട്ടക്കൊല നടന്നു. അതായത് 1947 നവംബർ 25, 27, 3 ദിവസം, 25, 26, 27 കൂട്ടക്കൊല നടന്നു. അതിനുശേഷം നടക്കുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യക്കും ഇടയ്ക്കുള്ള ഗോത്രവർഗക്കാർക്കിടയിൽ ISI നുഴഞ്ഞു കയറി. അക്ബർ ഖാൻ എന്ന് പറഞ്ഞ പട്ടാള ജനറൽ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ അധിനിവേശം. അന്ന് ഈ 70-80% ജനസംഖ്യയിൽ വരുന്ന 70-80% പേരെ
പാകിസ്ഥാൻ അധിനിവേശ സേന കൊന്നുകളയാണ് ചെയ്തത് മിർപൂരിൽ. ആദ്യം പാകിസ്ഥാൻ അധിനിവേശ സേന വന്നത് അബോട്ടാബാദിലാണ്, POKയിലെ. ആ അബോട്ടാബാദിൽ നിന്നാണ് ഒസാമ ബിൻ ലാദനെ പിടിച്ചത്. പിന്നെ ഗോത്ര പട്ടാളം മേജർ ജനറൽ അക്ബർ ഖാൻ്റെ നേതൃത്വത്തിൽ വന്നു. അക്ബർ ഖാനെ ജനറൽ താരിഖ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്. അപ്പോൾ ബിംബർ, മിർപൂർ, കോട്ട്ലി, മുസാഫറാബാദ്, ദേവബട്ടാല, ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ, പൂഞ്ചിൻ്റെ ചില ഭാഗങ്ങൾ, ഇത്രയുമാണ് ആ കാലത്ത് പാകിസ്ഥാൻ പിടിച്ചെടുത്തത് കശ്മീരിൽ നിന്ന്. ആ കാലത്ത് ബ്രിട്ടൻ ഒരു വൃത്തികെട്ട പണിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. നെഹ്റു, ജിന്ന എന്നിവരെ ഇരുട്ടിൽ നിർത്തി JNK അധിനിവേശത്തിന് മൗണ്ട് ബാറ്റനും അന്നത്തെ സേനാ മേധാവി ജനറൽ മക് ഗ്രെഗർ ലോക്ഹാർട്ടും പാകിസ്ഥാൻ പട്ടാള മേധാവി ഡഗ്ലസ് ഗ്രേസിയും കൂടി ശ്രമിച്ചു. ഇന്ത്യ സ്വതന്ത്രമാണെങ്കിലും ഇന്ത്യയുടെ സേനാ മേധാവിയും പാകിസ്ഥാൻ്റെ സേനാ മേധാവിയും ബ്രിട്ടീഷുകാരായിരുന്നു. ഇന്ത്യയുടെ ഗവർണർ ജനറൽ ബ്രിട്ടീഷുകാരനായ മൗണ്ട് ബാറ്റനും. ഇന്ത്യ സ്വതന്ത്രമായിട്ടും അയാൾ ഗവർണർ ജനറലായിട്ട് തുടർന്നിരുന്നു. ആ കാലത്ത് ബ്രിട്ടൻ കശ്മീർ അവരുടെ കയ്യിൽ വെക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയിലും നമുക്കെതിരെ നിന്നത്. അപ്പോൾ ഐക്യരാഷ്ട്രസഭ വന്ന് വെടിനിർത്തൽ രേഖ വരച്ചു. അത് താൽക്കാലികമാണെന്ന് പറഞ്ഞിരുന്നു. ആ വെടിനിർത്തൽ രേഖയാണ് ഇപ്പോൾ ഉള്ളത്. അധിനിവേശ സ്ഥലങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ പിൻവാങ്ങണം എന്ന് അന്ന് ഉടമ്പടിയിൽ പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ പിൻവാങ്ങിയില്ല. 1965 യുദ്ധകാലത്ത് പാകിസ്ഥാൻ ആ രേഖ, UN വരച്ച രേഖ മറികടന്നു. ഐക്യരാഷ്ട്രസഭ ഒരക്ഷരം പറഞ്ഞില്ല, പ്രതികരിച്ചില്ല. 1965 സെപ്റ്റംബർ 1 ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിൽ വന്നു. അന്നാണ് അംഗീകരിച്ചത് ഐക്യരാഷ്ട്രസഭ. 1948 ഗോത്രവർഗത്തെ പട്ടാളം ഉപയോഗിച്ചു, പാകിസ്ഥാൻ പട്ടാളം. 65 പട്ടാളം തന്നെ നുഴഞ്ഞു കയറി. 1965 ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 1948 ജിഹാദാണ് നടന്നത്. 1948 ഇന്ത്യ തയ്യാറെടുപ്പ് ഒന്നും നടത്തിയിരുന്നില്ല യുദ്ധത്തിന്. സ്വാതന്ത്ര്യം കിട്ടിയിട്ടല്ലേ ഉള്ളൂ. അപ്പോഴാണ് പാകിസ്ഥാനിൽ നിന്ന് അധിനിവേശം നടന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഒറിജിനൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത്, ഒറിജിനൽ ജമ്മു കശ്മീർ എന്ന് പറയുന്നത് 2,22,236 ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു. അഫ്ഗാനിലെ വഖാൻ ഇടനാഴി വരെ, ഇപ്പോൾ ചൈനയുടെ കയ്യിലുള്ള വഖാൻ ഇടനാഴി വരെ, അത് വടക്ക് പടിഞ്ഞാറ്. അന്ന് 2,22,236 ചതുരശ്ര കിലോമീറ്ററാണ്. വടക്ക് ഭാഗത്ത് ടിബറ്റ് വരെ. പാകിസ്ഥാന് ചൈനയുമായിട്ട് അതിർത്തി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിർത്തി ഉണ്ടല്ലോ, ഈ പറഞ്ഞ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനൊക്കെ വരുമ്പോൾ. ഇന്ന് പാകിസ്ഥാന് 78,000 ചതുരശ്ര കിലോമീറ്ററാണ് ഈ POK എന്ന് പറഞ്ഞ് കൈവശമുള്ളത്. അതിൽ ആ ഭാഗം ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ, പിന്നെ POK ഉണ്ടാക്കിയല്ലോ, അതിൽ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനാണ് ഇപ്പോൾ ചൈനയ്ക്ക് പാട്ടത്തിന് കൊടുക്കാൻ പോകുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പോൾ 5,180 ചതുരശ്ര കിലോമീറ്റർ നേരത്തെ കൊടുത്തു. ഇപ്പോൾ 72,971 ചതുരശ്ര കിലോമീറ്റർ 50 കൊല്ലത്തെ പാട്ടത്തിന് കൊടുക്കാൻ പോകുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ത്യ നടപടിയെടുക്കേണ്ട സമയം വൈകിപ്പോയി എന്ന് പോലും പറയാവുന്ന അവസ്ഥയിലാണ്. പക്ഷെ എന്നാലും നമ്മളത് മുൻകൂട്ടി കണ്ട് ഇനിയെങ്കിലും കണ്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ അല്ലേ? നമ്മൾ POKയിൽ നിന്ന് ഇപ്പോൾ കശ്മീർ 370 ആർട്ടിക്കിൾ പിൻവലിച്ചിട്ട് കശ്മീർ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അതെ, തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ നമ്മൾ POKയിൽ നിന്ന് 24 സീറ്റ് ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് ഒഴിച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഇന്ത്യ കാണുന്നു. 24 സീറ്റ് നമ്മൾ ആ ഡീലിമിറ്റേഷൻ ബിൽ ടേബിൾ ചെയ്തല്ലോ അമിത്ഷാ പാർലമെന്റിൽ. അതിൽ 24 സീറ്റ് പറഞ്ഞിട്ടുണ്ട്. POK നമ്മുടെ സ്ഥലമാണ് അവിടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയൊരു വല്ലാത്ത അവസ്ഥ ഇപ്പോൾ ഉണ്ട്. പാകിസ്ഥാൻ കുത്തുവാള എടുത്തിരിക്കുകയാണ്, എങ്ങനെയും പൈസ ഉണ്ടാക്കും എന്നുള്ള അവസ്ഥയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.